ആടുകൾക്കു വേണ്ടി ജീവനെ വെടിഞ്ഞതാ ദേവാട്ടിൻകുട്ടിയെ നീനകാനന്ദവം നേനം ദേവാട്ടിൻകുട്ടിയെ നീനകാനന്ദ വന്ദനം പച്ചമേച്ചിലും പ്രശാന്തതോയവും സദാ നീവീക്ഷയന്നിയെ തരും നാദോർത്തു വന്ദനം താതപുത്രനാത്മനാം ത്രിയേക ദൈവമേ സർവാത്മനാ നീനകാനന്ദ കീർത്തനം സദാ സർവാത്മനാ നീനകാനന്ദ കീർത്തനം സദാ ആടുകൾക്കു വേണ്ടി ജീവനെ വെടിഞ്ഞതാ ദേവാട്ടിൻകുട്ടിയെ നീനകാനന്ദ വന്ദനം ദേവാട്ടിൻകുട്ടിയെ നീനകാനന്ദ വന്ദനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല രാത്രിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങിയുണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ആരോഗ്യത്തിലും സുബോധത്തിലും ഉണർത്തിയ എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം 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 അപ്പാ സ്തോത്രം. ഈ നല്ല രാത്രികാലം സമാധാനത്തിൽ അല്പസമയം ഉറങ്ങുവാനിടയാക്കിയല്ലോ. പിന്നെയും ഹാലലി ഒരു നല്ല ദിവസത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കുന്നു കർത്താവേ, സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്ന മക്കൾ, പഠിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവേ, വിദേശ രാജ്യത്തൊക്കെ ആയിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ കൊച്ചു പൈതങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവക്കന്മാരെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, അനാഥര വിധവകളെ എല്ലാം സമ്പൂർണ്ണമായും സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഭക്ഷണവും വസ്ത്രവും ആരോഗ്യവും ബലമെല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി എടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തി പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം 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 കർത്താവേ. വീണ്ടും ഇന്ന് പകൽക്കാലവും ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും പരിപാലിക്കണമേ കർത്താവേ. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും സൂക്ഷിക്കണമേ കർത്താവേ. എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദികൾ, പകർച്ചവ്യാധി, മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഓരോ ജീവിതങ്ങളെയും സൂക്ഷിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. എൻ്റെ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിച്ചാട്ട് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർത്താട്ട് കർത്താവേ. അരുതാത്തതിലൊന്നും ആരും അകപ്പെട്ടു പോകാൻ അനുവദിക്കാതെ തമ്പുരാൻ്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. സൗഖ്യത്തോടെ കാത്തോണെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ സ്തോത്രം പഠിക്കാൻ ആലോചനയും ബുദ്ധി അപ്പച്ചം കൊടുക്കണം, ഓർമ്മശക്തി കൊടുക്കണം, നന്നായി പഠിക്കണം, പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. എൻ്റെ സ്വർഗം അത്ഭുതം ചെയ്തവരെ കാത്തുകൊള്ളുമാറാകണം.
ചെറുതും വലുതുമായ ക്ലാസ്സിൽ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, സ്തോത്രം സ്തോത്രം. IELTS ജർമ്മനും പഠിക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം, വഴിവാതിൽ തുറക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കഴിയുന്ന ഓരോ ജീവിതങ്ങളെയും തമ്പുരാൻ്റെ പൊന്നുകരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ വഴി തുറക്കുന്ന ദൈവമോ, ഒരിക്കലും വഴി അടയ്ക്കുന്ന ദൈവമല്ല. ശത്രു അടച്ചതൊക്കെയും സ്വർഗം തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും സൗഖ്യം കാത്തു കിടക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. എൻ്റെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളോടെല്ലാം മനസ്സറിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ സൗഖ്യമാപ്പാ വേണ്ടത്, നിൻ്റെ സമാധാനമാപ്പാ വേണ്ടത്, നിൻ്റെ പൊന്നുകരമാപ്പാ തൊടേണ്ടത്. അങ്ങ് മരുന്നും വൈദ്യനുമാണല്ലോ കർത്താവേ. ഓരോ രോഗികളെയും സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ICUയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നുണ്ട്, ഓപ്പറേഷനായി കാത്തിരിക്കുന്നവരുണ്ട്. എൻ്റെ ദൈവമായ കർത്താവേ, പല വിധത്തിലുള്ള രോഗാവസ്ഥകൾ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്ന എൻ്റെ കർത്താപ്പച്ചൻ്റെ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്താട്ടപ്പാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ തമ്പുരാനെ. ഓരോ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. ഈ സമയം വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സമാധാനം എല്ലാ കുടുംബത്തിലും നൽകണമെന്നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. വിവാഹപ്രായമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കാൻ സഹായിച്ചാട്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസന്തികളും കൂടി ഇരുന്ന് സുഖപ്രസവം നൽകി അനുഗ്രഹിച്ചാട്ട്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും അറിഞ്ഞ് സഹായിച്ച് മതിയാകും, ദൂതനെ ഇറക്കി മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന തലമായ ചായപ്പാൻ നീ അവർക്ക് ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം. പല ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പ. അവരുടെ ആവശ്യത്തിന് നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വർഗമറിഞ്ഞ് മാനിക്കുമാറാകണം. ദൈവമായ കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷയത്തിന് നടുവിൽ സ്വർഗമിറങ്ങി പ്രവർത്തിക്കുമാറാകണം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, അത് നിശ്ചയം ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്ത് മാനിക്കണം. ഹല്ലേലൂയ. അവരുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുമാറാകണം, അവരുടെ വഴികളെയൊക്കെ നേരെയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കാൻ ജോലി ചെയ്യുന്നവരുണ്ട്, കുടുംബജീവിതത്തിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ 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 കർത്താവേ. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നല്ല മാതാവും പിതാവുമായി അപ്പച്ചൻ കൂടിയിരുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പം എല്ലാം അപ്പച്ചൻ്റെ പൊന്നുപാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരണം. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന പിതാവ് അവിടുന്ന്, ഉള്ളതുപോലെ അറിയുന്ന ദൈവം അവിടുന്ന്. ഓരോ ഹൃദയങ്ങളെയും അറിഞ്ഞ്, അവരുടെ വേദന അറിഞ്ഞ്, അവരുടെ ഭാരം അറിഞ്ഞ്, അവരുടെ രോഗം അറിഞ്ഞ്, അവരുടെ ആവശ്യം അറിഞ്ഞ് എൻ്റെ സ്വർഗത്തിലെ ദൈവം മാനിപ്പാൻ സർവ്വശക്തനാണ്. പിതാവേ, മനസ്സലിയണം 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 നടിയൻ അങ്ങയോട്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോട് അങ്ങയുടെ പാദപിടം ചാർന്നിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോവ നിൻ്റെ പരിപാലനം, ഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കലിനടുത്ത വചനത്താൽ ഓരോ മക്കളെയും സ്വർഗം സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലിലെ എപ്പോഴും ഞങ്ങൾക്ക് ഹാലിലെ അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി എൻ്റെ അപ്പൻ ഹാലിൽ ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. ആ വലങ്കരം ഞങ്ങളെ ചാർത്ത് പിടിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. സമയം പട്ടക്കാരും മേൽപ്പട്ടക്കാർ ദേവാലയങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലകളെ വേലക്കാരെ ഓർക്കുന്നു.
ഈ സമയം ഹാലേലിയ കർത്താവ് ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. വിശ്വസ്തരായി ദൈവകൃപ നിറഞ്ഞവരായി ഹാലേലിയ ദൈവ ഭയത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപജനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ആർക്കും ഒന്നിനും കുറവ് കൂടാതെ സ്വർഗ്ഗം ഓരോ മക്കളെ പോഷിപ്പിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെല്ലാം ചെയ്തെടുപ്പാൻ നന്മകളാൽ നിറപ്പാൻ സർവശക്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ അടിയേൽപ്പിക്കുന്നു. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നപ്പോൾ ഓരോ വാഹനത്തിലും കർത്താപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ. ആപത്തപകടങ്ങൾ എല്ലാവരെയും വിട്ടുപിക്കണമേ. നന്മയും അനുഗ്രഹവും സമാധാനവും കൊണ്ട് ഓരോ മക്കളെ നിറയ്ക്കണം എന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെ ഓരോ ഭാരവിഷയ സ്വർഗം ഏറ്റെടുത്താട്ട് അത്ഭുതങ്ങളെ ചെയ്താട്ട് മാനിച്ചാട്ട് ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഒരുപോലെ ഞങ്ങളോടൊപ്പം ചേർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചനെ അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം, കൂടെയിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.